ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് 1 നിന്നുള്ള, അതായത് ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 4ാമത്തെ ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. ഇവിടെ നിന്ന് ഒരുപാട് PSC സ്റ്റേറ്റ്മെൻറ്റ് ലെവലായാലും അല്ലാതെ വൺ വേർഡ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഇതിൽ ഒരുപാട് വരുന്നുണ്ട്. സിലബസിൽ വരുന്ന ഒരുപാട് ഭാഗം നമ്മുടെ ഈ SCERTയുടെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. 1907 ജനുവരിയിലെ ഒരു ദിനം. അപ്പോൾ 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെ കുറിച്ചാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കുന്നതിന് എങ്ങനെയായിരുന്നു? സൈനിക ശക്തിയിലൂടെയും അതുപോലെ നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷക്കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. അപ്പോൾ 1757 എന്താണ് പ്രത്യേകത? ഈ വർഷത്തിൻ്റെ പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757. ഇനി 1857 നമ്മൾ പഠിച്ചു എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. അപ്പോൾ 1757 മുതൽ 1857 വരെയുള്ള ഈ 100 വർഷക്കാലയളവിലാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും ആരുടെ കൈവശമായത്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ്? ഏകദേശം 63% ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ 63% ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി. ബാക്കിയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ എന്താണ്? അവരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഇനി ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാർ കൈയടക്കിയ പ്രദേശങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം മുഴുവൻ പ്രദേശങ്ങളും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ മഞ്ഞ എന്താണ് കളറിൽ ഉള്ള സ്ഥലങ്ങളെല്ലാം ആരുടെ കീഴിലുള്ളതാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉള്ള പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏറെക്കുറെ ഭാഗങ്ങൾ മുഴുവൻ ആരുടെ കൈവശമാണ്? ഇതിൽ കേരളം ഒഴിച്ച് ഒരുപാടുള്ള പ്രദേശങ്ങളും ആരുടെ കീഴിലായിരുന്നു? കേരളത്തിൽ വളരെ കുറച്ച് പ്രദേശം, അതൊഴികെ ബാക്കിയെല്ലാം ആരുടെ കൈവശമാണ്? ബ്രിട്ടീഷുകാരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. അപ്പോൾ കർഷകരാണ് ആദ്യമായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ്റെ ദുരിതം എന്ത് ചെയ്തത്? ആദ്യം അനുഭവിച്ചത്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടൽ ഒടിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കർഷകരാണ് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യമായി അനുഭവിച്ചത് കർഷകരാണ്. അതിനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളാണ് കർഷകരുടെ നട്ടലൊടിച്ചത്. പരമാവധി വരുമാനമുണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്യുക? പരമാവധി വരുമാനമുണ്ടാക്കുക എന്നതാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ എന്താണ്? വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങൾ അവർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ ഒരു പട്ടിക ചുവടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥകളും അത് നടപ്പിലാക്കിയ പ്രദേശങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. അപ്പോൾ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ, ഒന്നാമത്തതാണ് ഭൂനികുതി വ്യവസ്ഥയിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? കോൺവാലീസ് ആണ്. കോൺവാലീസ് പ്രഭുവിൻ്റെതാണ് എന്ത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണറോ അല്ലെങ്കിൽ വൈസ്രോയിയോ ആര് ചോദിച്ചാലും ആര് തന്നെയാണ്? കോൺവാലീസ് പ്രഭുവാണ്. ഇനി ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് എന്ത് നടപ്പിലാക്കിയത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കിയത്. അടുത്ത രണ്ടാമത്തെ ഒരു ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി സിസ്റ്റം അല്ലെങ്കിൽ റൈറ്റ് വാരി സമ്പ്രദായം, റൈറ്റ് വാരി വ്യവസ്ഥ. ഈ റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തുള്ള, അതായത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് എന്ത് നടത്തിയത്? നമ്മളീ പറഞ്ഞ റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിൽ വരുത്തിയത്. ഇനി മഹൽവാരി വ്യവസ്ഥയാണെങ്കിലോ എവിടെയാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറ്. റൈറ്റ് വാരി ആണെങ്കിൽ എന്താണ്? എവിടെയാണ്? അത് ദക്ഷിണേന്ത്യയിലാണ്. അപ്പോൾ ഇതാണ് ഭൂനികുതി വ്യവസ്ഥകളും നടപ്പിലാക്കിയ പ്രദേശങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാ? കോൺവാലീസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് പ്രദേശത്താണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ഇനി മഹൽവാരി ഉണ്ട്, അതെവിടെയാണ്? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാർ ആയിരുന്നു. അപ്പോൾ അതിലൊന്നാമത്തെ സവിശേഷത, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുക്കുന്നത് ആരാ? സെമീന്ദാർമാർ ആയിരുന്നു.
നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥർ സെമീന്ദാർമാരായിരുന്നു. അപ്പോൾ ഈ നികുതി പിരിച്ചെടുക്കുന്നതിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാ? അതും ഈ സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. അപ്പോൾ സെമീന്ദാർമാർ ആരായി? സെമീന്ദാർമാർ ഭൂ ഉടമകളായപ്പോൾ യഥാർത്ഥ കർഷകർ ആരായി മാറി? അവർ കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ കർഷകർക്ക് വിളവ് കിട്ടുന്നതിൻ്റെ 60% അവരാർക്ക് നൽകണം? ഈ കർഷകർ നികുതിയായിട്ട് നൽകണമായിരുന്നു, തങ്ങളുടെ വിളവിൻ്റെ 60%. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അപ്പോൾ വിളവ് മോശമാണ്, ഒരു രക്ഷയില്ല, അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. 60% നികുതിയും കൊടുക്കണമായിരുന്നു. വിളവ് നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. അപ്പോൾ നിശ്ചിത സമയത്ത് തന്നെ എന്ത് നൽകണം? നികുതി പണമായി നൽകണം. ഇതാണ് ഏത് വ്യവസ്ഥ? നമ്മൾ പറഞ്ഞ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയും. അപ്പോൾ ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ? ഒരു പ്രദേശത്തെ നികുതി പിരിച്ചതാരാണ്? സെമീന്ദാർമാരാണ്. ആ പ്രദേശത്തെ മുഴുവൻ വസ്തുക്കളുടെയും അധികാരം ആർക്ക് തന്നെയായിരുന്നു? ഭൂമിയുടെ ഉടമസ്ഥത അതും സെമീന്ദാർമാർക്ക് തന്നെയായിരുന്നു. ഇനി സെമീന്ദാർമാർ ആയതോടെ കർഷകരുടെ അവസ്ഥ എന്തായി? കർഷകർ കുടിയേറ്റക്കാരായി. പിന്നെ എന്താണ് പറഞ്ഞത്? വിളവിൻ്റെ 60% നമ്മൾ കർഷകർ എന്ത് ചെയ്യണം? ഭൂനികുതിയായി നൽകണമായിരുന്നു. ആ നികുതി എങ്ങനെ തന്നെ? വിളവ് മോശമായാലും നികുതി നൽകണം. നികുതി എങ്ങനെ തന്നെ നൽകണം? പണമായി നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. ഏത് നയം നടപ്പിലാക്കിയത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് വാരി സമ്പ്രദായം നിലവിൽ വന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? ദക്ഷിണേന്ത്യയിൽ നിലവിൽ വന്നൊരു സമ്പ്രദായമാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് നമ്മൾ പഠിച്ചു. ഈ റൈറ്റ് വാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്താണ്? നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ്. കർഷകരിൽ നിന്ന് എങ്ങനെയാണ്? റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഉടമ ആരാണ്? അത് കർഷകനാണ്. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ എന്ത് ചെയ്തു? ദരിദ്രരാക്കി മാറ്റി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് നികുതി വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്യും. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? റൈറ്റ് വാരിയിൽ ആരാണ്? റൈറ്റ് വാരി വ്യവസ്ഥയിലെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ റൈറ്റ് വാരി സമ്പ്രദായം നിലനിന്നിരുന്നത്? ദക്ഷിണേന്ത്യയിലായിരുന്നു റൈറ്റ് വാരി സമ്പ്രദായം നിലവിലിരുന്നത്. അതുപോലെ തന്നെ എന്താണ്? അമിതമായ നികുതി നിരക്ക് കർഷകരെ എന്താക്കി മാറ്റി? ദരിദ്രരാക്കി മാറ്റി. പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥർ ആരായിരുന്നു? കർഷകരായിരുന്നു. പക്ഷേ അവർ അമിതമായിട്ട് എന്ത് നൽകണം? അവർ നികുതി നൽകണം. പിന്നെ നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്തിരുന്നു? നികുതി നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി മഹൽവാരി വ്യവസ്ഥയിൽ എങ്ങനെയാണ്? നികുതി പിരിച്ചെടുത്തിരുന്നവർ ഗ്രാമത്തലവന്മാരായിരുന്നു. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. അപ്പോൾ മഹൽവാരി സമ്പ്രദായത്തിലും ഗ്രാമത്തലവന്മാർ എന്ത് ചെയ്തു? അമിതമായ നിരക്കൊക്കെ നിശ്ചയിച്ച് നികുതി പിരിച്ചെടുത്തു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നാണ് നികുതി പിരിച്ചെടുത്തിയിരുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തിരുന്നത്? നികുതി പിരിച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇതാണ് റൈറ്റ് വാരി, മഹൽ വാരി, അതുപോലെ എന്താണ് നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഇതൊക്കെ പറയുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു.
കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ള പലിശക്കാർ കൈയടക്കി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്ത് ചെയ്തു? കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ തന്നെ നൽകണം, അത് പണമായി നൽകണം. അങ്ങനെ കഴിയാതെ വന്നാൽ കർഷകരുടെ ഭൂമി ആര് കൊണ്ടുപോകും? ഇവർ കർഷകർ അത് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കൊള്ള പലിശക്കാരിൽ നിന്നൊക്കെ പണം കടമെടുത്ത് കൊടുത്തു. പക്ഷേ ഈ കൃഷിയിടം എന്ത് ചെയ്തു? പണയപ്പെടുത്തിയാണ് ഇവർ എന്ത് ചെയ്തത്? പലിശയൊക്കെ പൈസ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അവസാനം അവരെന്ത് ചെയ്തു? കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ കർഷകരുടെ ഭൂമി ആര് കൊണ്ടുപോകും? കൊള്ളപ്പലിശക്കാർ കൊണ്ടുപോകും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? കർഷകരുടെ ജീവിത രീതി. അപ്പോൾ ഇനി നമ്മൾ കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് പറയുന്നത്. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ കർഷകരുടെ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരാക്കി. അപ്പോൾ അവരോട് എന്താണ്? വിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷിയൊക്കെ കൃഷി ചെയ്യാൻ പറഞ്ഞു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യാനായിട്ട് ആര് പറഞ്ഞു? കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതനുസരിച്ച് അവരത് കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി നിരക്കൊക്കെ കൂട്ടി. നികുതി നിരക്ക് കൂട്ടിയത് മാത്രമല്ല, ഈ നികുതി എങ്ങനെ തന്നെ നൽകണം? പണമായി തന്നെ നൽകണമെന്ന് നിർബന്ധം പിടിച്ചു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയാണ് കർഷകർ എന്ത് ചെയ്തത്? വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? കൃഷി ചെയ്തു. അപ്പോൾ അവർക്ക് ബ്രിട്ടീഷുകാരുടെ നികുതി പണമായി നൽകുകയും ചെയ്യാം. അവർക്കും എന്ത് ചെയ്യും? മെച്ചമുണ്ടാകും എന്ന രീതിയിലാണ് അവർ എന്ത് ചെയ്തത്? ഈ വാണിജ്യ ഉൽപ്പന്നങ്ങളൊക്കെ കൃഷി ചെയ്തത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ കൃഷിയിടങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്പിനായിട്ട് കൃഷി ചെയ്തു. ഇതിൻ്റെ ഫലമായി അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ വിപണി എന്തായി? യൂറോപ്പിനായിട്ട് കൃഷി ചെയ്ത വസ്തുക്കളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എന്തൊക്കെ വസ്തുക്കളാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്? പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വിളകളും പ്രദേശങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനപ്പെട്ട വിളകൾ ഒന്നാണ് നീലം. അതുപോലെ നീലം കൃഷി ചെയ്തിരുന്നത് എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് നീലം കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ബംഗാളിലെയും ബീഹാറിലെയും നീലം കർഷകർക്കെതിരെ നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്? നിരവധി സത്യാഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നീലം ബംഗാൾ, ബീഹാർ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് എന്ത് കൃഷി? നീലം കൃഷി ഉണ്ടായിരുന്നത്. ഇനി പരുത്തിയാണെങ്കിലോ? പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് അക്കാലത്ത് പരുത്തി കൃഷി ഉണ്ടായിരുന്നത്. പഞ്ചാബ്, മഹാരാഷ്ട്ര. അപ്പോൾ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ധാരാളം പരുത്തി, ഒന്നാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര പരുത്തി കൃഷിയിൽ. അപ്പോൾ പരുത്തി ഇപ്പോഴും കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ്. അപ്പോൾ പരുത്തിയുണ്ട്. ഇനി കരിമ്പ് നമുക്കറിയാം ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്ന ഉത്തർപ്രദേശ്, അവിടെയാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. തേയില എന്താണ്? ആസാം ആപ്പിൾ വാലിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തേയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ആസാമിലും കേരളത്തിലും ഉണ്ടായിരുന്നു. ഇനി എന്താണ്? ചണം എവിടെയാണ്? ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കൃഷി ചെയ്യുന്നത്? ചണം കൃഷി ചെയ്യുന്നത്. ചണകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഈ പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഗോതമ്പ് കൃഷി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്താരാണ്? പഞ്ചാബാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ വിളകളും അവ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും തന്നിട്ടുള്ളത്. ഇനി നീലം കർഷകരുടെ കലാപം.
നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് നീലത്തിന് എന്താണ് വളരെ ഉയർന്ന വിലയാണ് ലഭിച്ചിരുന്നത്. തുണികൾക്ക് നിറം നൽകാനാണ് നീലം ഉപയോഗിച്ചിരുന്നത്. അപ്പം നീലത്തിൻ്റെ ഉപയോഗം എന്താണ്? തുണികൾക്ക് നിറം നൽകുക എന്നതാണ് നീലത്തിൻ്റെ നീലം കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നീലം കൃഷി വിളവെടുക്കുന്ന ഒരു ചിത്രമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് എന്താണ്, കൃത്രിമ ചായങ്ങളൊന്നുമില്ലായിരുന്നു. ഇതേപോലെ നീലം അവർ കൃഷി ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുപ്പ് നടത്തും. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ഉണ്ടായതെന്ന് നമുക്കറിയാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഈ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യാവസായിക വിപ്ലവം എന്ത് ചെയ്തു? തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഇതോടെ നീലത്തിൻ്റെ പ്രസക്തി എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമായാൽ മാത്രമേ അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ തുണി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കർഷകർക്ക് വൻതുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കൊക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കർഷകർക്ക് മുൻകൂറായിട്ട് എന്ത് ചെയ്തു? വൻ തുകകളൊക്കെ നൽകി അവരെ കൊണ്ട് എന്ത് കൃഷി ചെയ്യിപ്പിച്ചു? നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. അപ്പോൾ ഉയർന്ന തുകയൊന്നും നികുതിയായിട്ട് നൽകാൻ കഴിയാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? കമ്പനിക്ക് അനുകൂലമായി നിന്നിട്ട് നമ്മുടെ കർഷകർ എന്ത് ചെയ്തു? നീലം കൃഷി ചെയ്തു, വ്യാപകമായിട്ട് കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭൂമി കൈവശം അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്താണ് പൈസ കൈപ്പറ്റിയവരൊക്കെ എന്ത് ചെയ്യണം? ഇവരുടെ ഭൂമിയുടെ ഒരു ഭാഗത്ത് എന്ത് കൃഷി ചെയ്തേ മതിയാകൂ? നീലം കൃഷി ചെയ്തേ മതിയാകൂ എന്നൊരു വ്യവസ്ഥയും ചെയ്തു. കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ എങ്ങനെയാണ് ഒരു ഭാഗത്ത് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്ത് തന്നെ എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യേണ്ടി ഇരുന്നു. അതിനാൽ ഭക്ഷ്യസാധനങ്ങൾ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യണം? ധാന്യങ്ങൾ പിന്നെ എന്താണ് നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ വിളവെടുക്കാറാവുന്ന സമയമാകുമ്പം ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുക? നീലത്തിൻ്റെ വില അങ്ങ് കുറയ്ക്കും. അപ്പോൾ ഇവർക്ക് കർഷകർക്ക് എന്താണ്, വളരെ കുറഞ്ഞ പൈസ മാത്രമേ അല്ലെങ്കിൽ വിളവ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടെത്തി? കൃത്രിമ ചായമൊക്കെ കണ്ടെത്തി. ഇതോടെ എന്ത് ചെയ്തു? നീലം ആവശ്യമില്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ എന്ത് ചെയ്തു? കൂടുതൽ ദുരിതത്തിലായി. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1859. അപ്പോൾ ബംഗാളിലെ നീലം കർഷകരെല്ലാം കൂടി എന്ത് ചെയ്തു? സംഘടിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? നീലം കൃഷി ഉപേക്ഷിക്കുകയാണ്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലേക്ക് കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു.
അപ്പോൾ ഇതാണ് നമ്മുടെ 1859. അപ്പം നമ്മൾ പറഞ്ഞു 1859 എന്ത് ചെയ്തു, ബംഗാളിൽ കർഷകർ, നീലം കൃഷി ചെയ്യുന്ന കർഷകരെല്ലാവരും കൂടി സംഘടിച്ചു. അവർ പറഞ്ഞു തങ്ങൾ എന്ത് ചെയ്യുക, നീലം കൃഷി ചെയ്യുന്നത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, അമ്പും വില്ലും മറ്റുമൊക്കെ ഉപയോഗിച്ച് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. അപ്പോൾ ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെക്കുറിച്ച് അറിഞ്ഞ് ബംഗാളിലെ കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ എവിടെ എത്തിച്ചേർന്നു, ഈ കർഷകർക്ക് പിന്തുണയുമായി എത്തി. അപ്പോൾ ഇതേ തുടർന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാലാണ് നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അപ്പോൾ ഇനി കർഷക കലാപങ്ങൾ എവിടെയൊക്കെ, അതേപോലെ കേരളത്തിലും എന്തുണ്ടായിരുന്നു, കർഷക കലാപങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു മലബാർ. അപ്പോൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂ ഉടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. അപ്പോൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും എന്ത് ചെയ്തു, മലബാറിൽ കലാപത്തിന് കാരണമായി. ജന്മിമാരാണ് എന്ത് ചെയ്തത്, ഭൂ ഉടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു ജന്മിമാരാണ് അവിടുത്തെ ഭൂ ഉടമകളെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ എന്ത് ചെയ്തു, കുടിയൊഴിപ്പിക്കലിനിടെയുള്ള ദ്രോഹ നടപടികൾക്കെതിരായാണ് കലാപം നടന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിന്തുണ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ, അവിടെ ഉണ്ടായിരുന്ന ജന്മിമാർ മുതലാളിമാരായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കർഷകരെയൊക്കെ എന്ത് ചെയ്തു, കുടിയൊഴിപ്പിക്കാൻ നോക്കി. ഈ നടപടികൾ എന്തിന് വഴിതെളിച്ചു, കേരളത്തിലും കർഷക കലാപങ്ങൾക്ക് വഴിതെളിച്ചു. ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അപ്പോൾ ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു എവിടത്തെ കർഷകർ, തെക്കേ മലബാറിലെ കർഷകർ. അപ്പോൾ തെക്കേ മലബാറിലെ കർഷകർ ആരായിരുന്നു, ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു ആര്, തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. അപ്പോൾ തെക്കേ മലബാറിലെ കർഷകരിൽ ഭൂരിഭാഗവുമാരായിരുന്നു, മാപ്പിളമാരായിരുന്നു. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്, മാപ്പിളമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു, മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. അപ്പം മലബാറിൽ 1-2 അല്ല, എത്ര കലാപങ്ങളുണ്ടായി, 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP എന്ന ഒരു പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. അപ്പോൾ മലബാറിൽ 22ഓളം കർഷക സമരങ്ങളുണ്ടായി. മലബാറിൽ ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസിനെ നിയമിച്ചു, അഥവാ MSPയെ നിയമിച്ചു. ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് ഈ MSP എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു അഡീഷണൽ റീഡിംഗ് ഉണ്ട്, പറഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകാം. ഇനി അതിൽ നമ്മൾ പറയുന്ന കനോലിയെക്കുറിച്ചാണ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ എന്ത് ചെയ്തു, കൊലപ്പെടുത്തി. അപ്പോൾ കനോലി എന്ന് പറയുന്നത് മാപ്പിള കലാപകാലത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. അപ്പോൾ മാപ്പിള കലാപകാലത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്, അത് കനോലി ആയിരുന്നു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതി, അപ്പോൾ കനോലിയുടെ വസതിയുടെ പേരാണ് വെസ്റ്റ് ഹില്ല്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ എന്ത് ചെയ്തു, ഈ കനോലിയെ വധിച്ചു. അപ്പോൾ തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതായത് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. അപ്പം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കമ്മീഷൻ ഏതാണ്, അതാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ എന്ത് ചെയ്തു, ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ മാപ്പിള കലാപത്തിന് കാരണമായത് എന്താണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയാണ് എന്തിന് കാരണമായത്,
ഈ കലാപങ്ങൾക്ക് കാരണമായത്. അടുത്ത് നമ്മൾ പറയുന്നത് കാടുകൾ കലാപഭൂമിയാകുന്നു. കാടുകൾ എങ്ങനെയാണ് കലാപഭൂമി ആയതെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. അപ്പോൾ ആരാണ് സാന്താൾമാർ? ബംഗാൾ, അതുപോലെ ഝാർഖണ്ഡ്, പിന്നെ എവിടെയാ? ബീഹാർ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് ആര്? സാന്താൾമാർ എന്ന് പറയുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരാണ് ഈ സാന്താൾമാർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു സാന്താൾമാർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം എന്ത് ചെയ്തു? നഷ്ടമായി. അപ്പോൾ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടു. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. അപ്പോൾ സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും എന്ത് ചെയ്തു? ഈ ആരുടെ ഭൂമി? സാന്താൾമാരുടെ ഭൂമി കൈവശപ്പെടുത്തി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. അപ്പോൾ റെയിൽവേ നിർമ്മിക്കുന്നതിന് വേണ്ടി സാന്താൾമാരെ കൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ഇനി ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. അപ്പോൾ സാന്താൾ കലാപത്തിൽ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാനുവുമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഇവർ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അവർ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി. അപ്പോൾ രാജ്മഹൽ കുന്നുകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി മാറി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അവരുടെ ഈ പോരാട്ടം കണ്ടിട്ട് ആര് പകച്ചു നിന്നു? ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ എന്ത് ചെയ്തു? പോരാട്ടത്തിൽ മരിച്ചു വീണു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്റ്റാമ്പ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷം ചോദിച്ചാൽ എന്നാണ്? നമ്മുടെ 2002 സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് ആര് പുറത്തിറക്കിയത്? ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയത് 2002. ആയിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അപ്പോൾ 1855 ഏത് കലാപം ഉണ്ടായത്? വർഷം ചോദിച്ചിട്ടുണ്ട്. സാന്താൾ കലാപം നടന്ന വർഷം എന്ന് 1855 എന്ത് നടന്നത്? സാന്താൾ കലാപം നടന്നത്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾ കലാപം നടന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് സാന്താൾ കലാപം നടന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സാന്താൾ കലാപത്തിന് നമുക്കറിയാം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ സാന്താൾ എന്ന് പറയുന്നത് എവിടെയാണ്? സാന്താൾമാർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഈ ബംഗാൾ, ബീഹാർ, അതുപോലെ തന്നെ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ രാജ്മഹൽ കുന്നുകളാണ് സാന്താളുമായി ബന്ധപ്പെട്ട കുന്നുകളെന്ന് പറയുന്നത്. ഇനി 1855 സാന്താൾ ലഹള. അപ്പോൾ ഇത് ഇത്രയും ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതം അനുഭവിച്ചിരുന്നവരിൽ ഒരു വിഭാഗം ആളുകളാണ് ആര്? ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്.
വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മൾ ഇപ്പോൾ മുകളിൽ വായിച്ചത്. ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അപ്പോൾ ഗോത്ര ജനതയുടെ പ്രധാനപ്പെട്ട ജീവിതോപാധികൾ എന്തൊക്കെയാണ്? അവർ വനവിഭവങ്ങൾ ശേഖരിച്ചിരുന്നു, കന്നുകാലി വളർത്തൽ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട കൃഷി രീതിയാണ് പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ സന്താൾ ഗ്രാമം ചിത്രകാരൻ്റെ ഭാവനയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സന്താൾ കലാപം എന്ന് പറയുന്നത്. അതുപോലെ കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് എന്ത് ചെയ്തു? കപ്പൽ നിർമ്മാണം, അതുപോലെ തന്നെ നമ്മുടെ റെയിൽപാത നിർമ്മാണം, പിന്നെന്താണ് അവരുടെ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു? മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. അപ്പോൾ തോട്ടം വ്യവസായം ആരംഭിക്കാനും ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? വനങ്ങളൊക്കെ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങൾ, അപ്പോൾ അതിൻ്റെ മേൽ അവരെന്ത് ചെയ്തു? ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ആർക്കെതിരെ തിരിഞ്ഞത്? ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. അപ്പോൾ ഗോത്ര ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഭാരമാണ് എന്ത് ചെയ്തത്? അവരെ കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് അണിനിരക്കാൻ ഇടയാക്കിയത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ ഒരുപാട് തവണ PYQ ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വീണ്ടും കടക്കുന്നു. കുറിച്യ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് ഏത്? വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് ഈ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 3 ക്വസ്റ്റ്യൻ പറയാം. എന്തൊക്കെയാണ്? കുറിച്യ കലാപം നടന്ന വർഷം 1812. ആരൊക്കെ തമ്മിലാണ് കുറിച്യ കലാപം നടന്നത്? ബ്രിട്ടീഷുകാരും വയനാട്ടിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. അപ്പോൾ കുറിച്യ കലാപം നടന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ്? വയനാട് ജില്ലയിലാണ് കുറിച്യ കലാപം നടന്നത്. ഇനി കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗോത്ര വിഭാഗത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവരുടെ വനവിഭവ ശേഖരണം അതൊക്കെ മുതലെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ മുകളിൽ ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ അമിത നികുതി എന്തിന് വഴിതെളിച്ചു? ഈ കുറിച്യ കലാപത്തിന് വഴിതെളിച്ചു. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയത് മാത്രമല്ല, ഈ നികുതി എങ്ങനെ അടയ്ക്കണമെന്ന് നിർബന്ധിച്ചു? പണമായി തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇതൊക്കെയാണ് എന്തിന് കാരണം? 1812 കുറിച്യ കലാപത്തിന് കാരണം.
കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാമനമ്പിയാണ്. ഏതിന് നേതൃത്വം നൽകിയത്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. അപ്പോൾ ഗോത്രജനത മാത്രമല്ല മറ്റ് വിഭാഗക്കാരും എന്ത് ചെയ്തു? ഈ കുറിച്യ കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. അപ്പോൾ കലാപം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തി. അതുപോലെ തന്നെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ രാമനമ്പിയെ ബ്രിട്ടീഷുകാർ പിടിച്ചു എന്ത് ചെയ്തു? വധിച്ചു കളഞ്ഞു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബാബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി. അപ്പോൾ തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിരുന്നു ആര്? TH ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ TH ബാബർ എന്ത് ചെയ്തു? നമ്മുടെ ഈ കലാപത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇതാരുടെ വാക്കുകളാണ്? TH ബാബറിൻ്റെ വാക്കുകൾ. അദ്ദേഹം ആരായിരുന്നു? തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു TH ബാബർ. 19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമേ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലാണ് എന്ത് നടന്നത്? ഈ കുറിച്യ കലാപം, അതുപോലെ സന്താൾ കലാപം, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിലാണ് നടന്നത്. അതുപോലെ തന്നെ ഈ കുറിച്യ കലാപത്തിനും സന്താൾ കലാപത്തിനും പുറമേ നിരവധി ഗോത്ര കലാപങ്ങൾ എവിടെ ഉണ്ടായി? ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടവ നമ്മൾ താഴെ പറയും. ഏതൊക്കെയാണ്? പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഫീൽ കലാപം, മുണ്ട കലാപം, ഇവയൊക്കെ എന്താണ്? ഈ 19-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങളാണ്. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഫീൽ കലാപം, മുണ്ട കലാപം. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് നമ്മുടെ ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അപ്പോൾ K. സുരേഷ് കുമാർ സിംഗ് പറഞ്ഞത് എന്താ പറഞ്ഞത്? കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും, കർഷകരെ പോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളെക്കാളും ഒക്കെ എന്താണ്? തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളാണ് നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് എന്ന് പറഞ്ഞത് ആരാ? ഇതാരുടെ വാക്കുകളാ? K. സുരേഷ് കുമാർ സിംഗിൻ്റെ വാക്കുകളാണ്. ആരെക്കുറിച്ച്? ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇപ്പം നമ്മൾ കേട്ടത്. അടുത്ത് നമ്മൾ പറയുന്നു പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ DS നമുക്ക് ഈ ഒരു ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടാണെങ്കിൽ ഇതൊരുപാട് അധികരിച്ചു പോകും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇത് ഒരു പാർട്ടായിട്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.